വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ശനിയാഴ്ചത്തെ വ്ളോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ വൈകുന്നേരത്ത് വീട്ടിലേക്ക് പോകുന്നുണ്ട്, എൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുവരയ്ക്കുള്ള കുറച്ച് കാര്യങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ കിച്ചന് ക്ലാസ് ഒന്നും ഇല്ല കേട്ടോ, ഇന്ന് ശനിയല്ലേ. അപ്പോൾ അത് കാരണം ഇന്ന് ക്ലാസ് ഒന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഏട്ടന് വർക്ക് ഉണ്ട്. ഫുഡൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല കേട്ടോ, ഉച്ചയ്ക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വരും. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ വർക്ക്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇന്ന് ധൃതി പിടിച്ചിട്ട് നേരത്തെ ഒന്നും നീച്ചില്ല കേട്ടോ. ഒരു 6:30, 6:45, 7 മണി അപ്പോഴൊക്കെ തന്നെ നീച്ചിട്ടുള്ളൂ കേട്ടോ ഞാൻ. ഇപ്പം എന്താണെന്ന് അറിയില്ല, നേരം വൈകിട്ടാട്ടോ ഞാൻ നീക്കണത്. എനിക്കറിയില്ല എന്താണെന്നുള്ളത്. പുതിയ വർഷാരംഭത്തിൽ തന്നെ ഒക്കെ പോയി കിട്ടി, നേരം വൈകിട്ടല്ലേ നീച്ച. അപ്പോൾ അതുകൊണ്ടായിരിക്കില്ലേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചോറ് വെക്കാതെ നമ്മുടെ കിച്ചനും തുമ്പിക്കുള്ള കോഴിമുട്ട പുഴുങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇപ്പം 2 ദിവസമായിട്ടുള്ള ഈ ഒരു ശീലമൊക്കെ തുടങ്ങിയിട്ട്. ഇത്രയും ദിവസം അവർക്ക് മുട്ട എന്ന് പറഞ്ഞ സാധനം അലർജി ആയിരുന്നു കേട്ടുണ്ടായിരുന്നത്. നമ്മൾ ഓംലേറ്റ് അടിച്ചാലും കുത്തിപ്പൊരിച്ചാലും ഒന്നും അവർ തൊട്ടോക്കില്ല കേട്ടോ. അങ്ങനെ അത്ര ഇഷ്ടമില്ലാത്ത സാധനമായിരുന്നു മുട്ട ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം എന്താണെന്ന് അറിയില്ല, തുമ്പിക്കുട്ടിക്ക് ഇപ്പം അംഗനവാടിയിൽ നിന്നൊക്കെ മുട്ട പുഴുങ്ങിയതൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തോന്നുന്നു ഇപ്പോൾ കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ കിച്ചൂനും ഇപ്പം എന്താണെന്ന് അറിയില്ല, കോഴിമുട്ട പുഴുങ്ങി തായ സ്വപ്നം കണ്ടു തോന്നുന്നു, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ 2 ദിവസമായിട്ടുള്ള ഈ ഒരു ശീലം തുടങ്ങിയിട്ട് കേട്ടോ. എന്തായാലും നല്ലതാണല്ലോ, രാവിലെ തന്നെ കോഴിമുട്ട കഴിക്കണതും ഒക്കെ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അവരുടെ ഇഷ്ടത്തിന് തന്നെ അങ്ങനെ നിന്നോട്ടോ. അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയായിരിക്കും കൂടുതൽ നല്ലത്. അല്ലാതെ നമ്മൾ ഇഷ്ടമില്ലാത്ത സാധനം ഉണ്ടാക്കിയിട്ട് അത് നിർബന്ധിച്ചിട്ട് കഴിപ്പിക്കുക, അങ്ങനെ ഞാൻ ചെയ്യില്ല കേട്ടോ. ഒരിക്കലും ഞാൻ ചെയ്യില്ല, ചെയ്യാറുമില്ല കേട്ടോ. നിർബന്ധിപ്പിച്ച് അടിച്ച് പിടിച്ച് ഇഷ്ടമില്ലാത്ത സാധനം കുത്തിക്കയറ്റില്ലേ, അത് ഞാൻ ചെയ്യാറില്ല. അവർക്ക് ഇഷ്ടമുള്ള സാധനം തന്നെ ഉണ്ടാക്കി കൊടുക്കാറുള്ളൂ കേട്ടോ. പിന്നെ ഒട്ടും ഫുഡ് കഴിക്കാതിരുന്ന് കഴിഞ്ഞാലാണ് ഞാൻ ചീത്തയൊക്കെ പറഞ്ഞ് വടിയൊക്കെ എടുത്തിട്ട് ഞാൻ ഫുഡ് കഴിപ്പിക്കാറുള്ളൂ. അല്ലാതെ എന്താ പറയുക, എൻ്റെ ഇഷ്ടത്തിന് ഓരോ സാധനങ്ങൾ വെച്ചിട്ട് അതിങ്ങനെ നിർബന്ധിച്ച് കഴിപ്പിക്കാറില്ല കേട്ടോ. അവരെന്നോട് ഇങ്ങോട്ട് പറയും കേട്ടോ, അമ്മ എനിക്ക് അത് ഉണ്ടാക്കിത്താ, ഇത് ഉണ്ടാക്കിത്താന്ന് എൻ്റെ കിച്ചു ഇങ്ങനെ പറയും. അവർ പറയാറായി കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസമാണ് കേട്ടോ. അപ്പം നമുക്ക് അത് ഉണ്ടാക്കി കൊടുക്കാമല്ലോ, അതുകൊണ്ട്. അപ്പോൾ അങ്ങനെ കോഴിമുട്ടൊക്കെ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേന് ഞാൻ ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ടേ ഈ പുളിയുടെ എന്ന് പറഞ്ഞാൽ മുരിങ്ങയുടെയൊക്കെ ഇല അടിച്ച് കയറുന്നുണ്ട് കേട്ടോ അകത്തേക്ക്. എത്ര അടിച്ച് വാരി കഴിഞ്ഞാലും അതിങ്ങനെ കാറ്റത്ത് തന്നെ പറന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട് കേട്ടോ, ജനൽ വഴിയൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ രാത്രി ഇങ്ങനെ അടിച്ച് വാരിയതാണ്, എന്നാലും കണ്ടു കഴിഞ്ഞാൽ അടിച്ചു വരാത്ത പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്നും ഉള്ളതുപോലെ തന്നെ. നല്ല ഓവറും ഇല്ല, എന്നാൽ നല്ല കുറവും അല്ല, ഒരു മീഡിയം സൈസ് തണുപ്പ് കേട്ടോ. പുറത്താണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് മഞ്ഞുണ്ട് കേട്ടോ. കുറച്ച് നേരം വൈകി നീച്ച കാണുന്നുണ്ട്, കറക്റ്റായിട്ട് മഞ്ഞും കാര്യങ്ങളൊന്നും കാണാൻ പറ്റാത്ത കേട്ടോ. നമ്മളെന്നും നീക്കണം പോലെ 6 മണി 5:30 ആ ഒരു ടൈമിലൊക്കെ നീക്കുകയാണെന്നുണ്ടെങ്കിൽ മഞ്ഞ് കാണാനൊക്കെ പറ്റും. മഞ്ഞ് കാണാനില്ല, മൂടി ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പം എന്തായാലും ഒന്നും കാണാനില്ല, ചെറുതായിട്ട് വെയിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കാണാണ്ടാകുന്നില്ല കേട്ടോ. എന്നാലും ഞാൻ അവിടെ ഇവിടെ, കാരണം ഇതിങ്ങനെ മരങ്ങൾ കുറേ ഉള്ള കാരണം കൊണ്ട് തന്നെ അധികം കാണുന്നില്ല, അറിയണില്ല കേട്ടോ. ചെറുതായിട്ടൊരു മൂടൽ പറഞ്ഞാൽ ഒരു ചെറുതായിട്ട് എന്തോ ഒരു പുക പോലെ അങ്ങനെ ഉണ്ട് തന്നെ ഉള്ളൂ, അല്ലാതെ ഓവറായിട്ടൊന്നും ഇല്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഇന്നലെ എന്താ പറയുക, ഉച്ചയ്ക്ക് വെയിലത്തേക്ക് ഇട്ടതാണ് കേട്ടോ ഈ പട്ടക്കൊടികൾ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ട വെച്ചിട്ടുണ്ടാകുന്ന സ്ഥലത്ത് ചെതൽ പിടിച്ചടക്കണം. അപ്പോൾ അതോടെ ഞാൻ ഇന്നലെ ഉച്ചയ്ക്കാണ് കേട്ടോ ഇട്ടത്. ഉച്ചയ്ക്ക് വെയിലത്തേക്ക് ഉണ്ട് തട്ടിയിട്ടതാണ് പട്ടയൊക്കെ, ചെതലൊക്കെ ഒന്ന് പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അത് അങ്ങനെ എടുത്ത് വയ്ക്കാനായിട്ട് സമയം കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് അങ്ങനെ പ്രാക്ടീസിനും പോവുക കാരണം കൊണ്ട് എടുത്ത് വയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് ഇന്നലെ ഫുള്ള് അവിടെ കടന്നു, ഉച്ച മുതൽ ഇതാ രാവിലെ വരെ അവിടെ തന്നെ കടന്നു കേട്ടോ. മഞ്ഞൊക്കെ കൊണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നനഞ്ഞിട്ടൊന്നുമില്ല. അതിന് മാത്രമുള്ള മഞ്ഞൊന്നും വീണൊന്നുമില്ല തോന്നുന്നു, നനഞ്ഞിട്ടില്ല കേട്ടോ സംഭവം. അപ്പോൾ അതുകൊണ്ട്, അല്ലെങ്കിൽ പിന്നെ നല്ല മഞ്ഞൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിറകാണെങ്കിലും പട്ടാണെങ്കിലും നല്ല തണുപ്പുണ്ടാവുമല്ലോ, നനഞ്ഞ പോലെ ഉണ്ടാവുമല്ലോ. അതൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട് മഞ്ഞ് പെയ്തിട്ടില്ല എന്നാണ് തോന്നണത്, എൻ്റെ ഒരു ഇതിൽ പറയാൻ കേട്ടോ, എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ആ പട്ടയൊക്കെ എടുത്തിട്ട് ഞാൻ അടുക്കളുടെ അവിടെ കൊണ്ടുപോയി പെട്ടെന്ന് തന്നെ കത്തിക്കാമെന്ന് വിചാരിച്ചിട്ട്. കാരണം ചെതിൽ പിടിച്ചതല്ലേ, അപ്പോൾ അതിങ്ങ് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ചെതിൽ പിടിച്ചിട്ട് ആകെ വൃത്തികേടാവും, ആകെ പോയി കിട്ടും. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ അടുക്കളുടെ അവിടെ കൊണ്ടുപോയി വെച്ചു, നമുക്ക് കത്തിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അത് എടുത്ത് വെക്കലും അവിടെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു, ചെതിലൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞ് അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിനുശേഷം ഞാൻ അവിടെ ഒന്ന് വെള്ളം തളിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. മുറ്റത്ത് കൂടെയൊക്കെ ഒടുക്കത്തെ പൊടിയാണ് കേട്ടോ. അപ്പോൾ കാറ്റുകാലവും ഇതൊക്കെ ആയ കാരണം മുറ്റമൊക്കെ ആകെ ഡ്രൈ ആയിട്ട് കിടന്നിട്ട്, പിന്നെ വേനൽക്കാലമൊക്കെ ആവാറായല്ലോ. അപ്പോൾ നമ്മുടെ ഈ മുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ഒരു മണ്ണ് കൂടുതലുള്ള മുറ്റാണ് കേട്ടോ. മണ്ണ് ഇങ്ങനെ പെരുകി വരും. അപ്പോൾ അങ്ങനത്തെ ഒരു മുറ്റായ കാരണം കൊണ്ട് തന്നെ നല്ലോണം പൊടിയും പാറും കേട്ടോ. ഒരു ജാതി പൂഴിയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പൊടിയും പാറും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുറ്റത്ത് വെള്ളമൊക്കെ തെളിച്ചിട്ടാണ് ഞാൻ പഠിച്ചു വരാറുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തുമ്മി ഊപ്പാടാളെ കൂട്ടോ. കാരണം എനിക്ക് പൊടിയുടെ അലർജിയുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ മാസ്ക് ഒന്നും ഞാൻ വെക്കില്ല കേട്ടോ, എനിക്ക് അതൊക്കെ ശ്വാസം മുട്ടുള്ളൂ കേട്ടോ. ഇങ്ങനെ അടിച്ചു വരുമ്പോൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ മൂക്ക് പൊത്തിയിട്ട് കെട്ടുകയൊക്കെ ചെയ്യും.
ചെയ്യുമല്ലോ നമ്മൾ, വായ മൂക്കൊക്കെ കെട്ടിയിട്ട്. അതൊന്നും എനിക്ക് പറ്റില്ല കേട്ടോ. എന്ത് അലർജി ആണെങ്കിലും തുമ്മിയാലും അങ്ങനെ അതൊന്നും ചെയ്യില്ല. എനിക്ക് അതൊക്കെ ഭയങ്കര ശ്വാസം മുട്ടലാണ്. ശ്വാസം മുട്ടിട്ട് എനിക്ക് ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതൊന്നും ചെയ്യാത്തത്. അങ്ങനെ ഞാനിവിടെ വെള്ളമൊക്കെ തളിച്ചപ്പോൾ വലിയ കാര്യമൊന്നും ഇല്ല. പൊടി പാറുന്നുണ്ടെങ്കിലും ചെറിയൊരു ഒതുക്കം കിട്ടിയെന്ന് മാത്രം തന്നെ പറയാൻ പറ്റുള്ളൂ. ഓവറായിട്ടൊന്നും ഇല്ല കേട്ടോ. ചെറുതായിട്ട് പൊടി എന്നാലും പാറിനൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും വേണ്ടില്ല. ഇപ്പോൾ നമ്മൾ ഒരു ടാങ്ക് വെള്ളം വേണമെങ്കിൽ ഒഴിക്കേണ്ടിയിരുന്നാലും പൊടിയൊക്കെ ഒന്ന് ഒതുങ്ങുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് നിൽക്കണില്ല. ജസ്റ്റ് ഒന്ന് കുറച്ച് തളിച്ചിട്ട് വേഗം മുറ്റമൊക്കെ നടിച്ച് വാരി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുറ്റടിച്ച് വാരലും ഒക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ വീണ്ടും അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ കോഴിമുട്ട വെച്ചിട്ട് പോയതാണല്ലോ പുറത്തേക്ക്. അപ്പോൾ അതൊക്കെ കോഴിമുട്ടയൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ കോഴിമുട്ട പുഴുങ്ങാൻ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പൊട്ടിയാലാണ് ഞാൻ എടുത്ത് മാറ്റുള്ളൂ കേട്ടോ. അപ്പോഴാണ് വെന്തുവെന്ന് എനിക്ക് ഉറപ്പാവുള്ളൂ. അല്ലാതെ ഞാൻ എടുക്കാറില്ല കേട്ടോ. അത് പൊട്ടുമല്ലോ, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പൊട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ പൊട്ടി കഴിഞ്ഞാലാണ് ഞാൻ എടുത്ത് മാറ്റാറുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ കോഴിമുട്ട 2 വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ പാൽ ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരത്തെ ഞങ്ങൾ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പാൽ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കടയിൽ കയറിയിട്ട് പാല് മാത്രമല്ല പഞ്ചസാരയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, തീർന്നതൊക്കെ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ പാലും വാങ്ങിച്ചു. നമ്മുടെ കിച്ചുവിന് പാലും വേണം പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും കേട്ടോ. അമ്മയ്ക്ക് അത് വേണം ഇത് വേണം. അത് എപ്പോഴൊന്നും ഇല്ല കേട്ടോ. ഇടയ്ക്കും തലയ്ക്ക് വരെ പറയുള്ളൂ, എപ്പോഴും ഒന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ പറയണ സമയത്ത് നമ്മൾ വാങ്ങിക്കൊടുക്കും. അങ്ങനെയാണ്. പിന്നെ പാക്കറ്റ് പാലല്ലേ, അധികം കഴിക്കണം നല്ലതല്ല. എപ്പോഴെങ്കിലും ഓരോന്ന് കുടിക്കുക. എപ്പോഴെങ്കിലും കുടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. എപ്പോഴും പാക്കറ്റ് പാല് കുടിക്കണം അത്ര വലിയ നല്ലതൊന്നല്ലല്ലോ. പിന്നെ പശു പാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, നല്ല ഫ്രഷ് പാലൊക്കെ ആണെങ്കിൽ അത് നമ്മുടെ അവിടെ കിട്ടാനും ഇല്ല കേട്ടോ. അങ്ങനെ ഞാൻ പാലൊക്കെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ട് തിളച്ച് നല്ല വെന്ത് വന്നിട്ടുണ്ട്. വെന്തു എന്നല്ലേ പറയുക, പാലിങ്ങനെ നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കണം. ഞാൻ ഇതിനെങ്ങനെ ആക്കുകയെന്നൊന്നും എനിക്ക് പറയാറില്ല കേട്ടോ. കാരണം ഞാൻ എപ്പോഴും ഇങ്ങനെ ആക്കാറുള്ളത്. ചിലവരിങ്ങനെ കയ്യിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കണം കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോസിലും ടി വിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സിനിമകളിലൊക്കെ കണ്ടിട്ടോ കയ്യിൽ വെച്ചിട്ടൊക്കെ ഇളക്കണം. പക്ഷെ ഞാനതൊന്നും ചെയ്യാറില്ല കേട്ടോ. ചില നാട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കില്ലേ. ഞാനിങ്ങനെ തന്നെ ചെയ്യാറുള്ളത്. എൻ്റെ വീട്ടിലും ഇങ്ങനെ തന്നെ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് പഠിച്ചതാണ് ഞാനും. അപ്പോൾ നമുക്കെന്താ പാലൊന്ന് ഇളക്കി കിട്ടണം, അത്രയല്ലേ വേണ്ടുള്ളൂ. അതിന് ശേഷം പാലൊക്കെ ഒന്ന് വെന്തു. ഞാൻ ചോറിനുള്ള വെള്ളം ഒക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ചോറ് വയ്ക്കലൊക്കെ കേട്ടോ. ചോറ് വയ്ക്കാനൊക്കെ ഇപ്പോൾ നേരം വൈകിയിട്ടാണ്. കാരണം രാവിലെ തന്നെ ഇതൊക്കെ കഴിക്കുക, കോഴിമുട്ടയും പാലൊക്കെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത്ര വലിയ വിശപ്പൊന്നും ഉണ്ടാവില്ല. കുറേ നേരത്തേക്ക് ഒന്നും ചോദിക്കൊന്നുമില്ല കേട്ടോ. പിന്നെ അവർ അല്ലറ ചില്ലറ ബിസ്ക്കറ്റ്, പിന്നെ ഓറഞ്ച് മുന്തിരിയൊക്കെ ഏട്ടൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കട്ടെ രാവിലെ തന്നെ. അപ്പോൾ പിന്നെ വലിയ പലഹാരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ പലഹാരം ഉണ്ടാക്കാൻ ഗ്യാസും വന്നിട്ടില്ലാത്ത കാരണം പലഹാര പണിയൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ കുറേ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പാലിൽ പഞ്ചസാര ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര പാത്രം എടുത്തപ്പോൾ പഞ്ചസാര ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കൊട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും രാത്രി വാങ്ങിച്ചത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, കൊട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല പാത്രത്തേക്ക്. അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചു. അതിന് ശേഷം പാലിൽ പഞ്ചസാരയൊക്കെ ഇട്ട് ആറ്റി തിളപ്പിക്കുന്നു പറഞ്ഞു ആറ്റിയിട്ട് ഞാൻ ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കിച്ചു തുമ്പി ഉറങ്ങുകയാണ്, നീച്ചിട്ടില്ല കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പോൾ അവർ നീക്കുമ്പോഴത്തേനും എന്തായാലും എൻ്റെ കിച്ചു എന്തായാലും അറിഞ്ഞിട്ടുണ്ടല്ലോ പാല് വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പം നീച്ച് വന്ന പാടെ ചോദിക്കാം, അമ്മ പാലുണ്ടാക്കിയോ ചോദിക്കും കേട്ടോ. അപ്പോൾ അതിന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ അവനെ അപ്പം തന്നെ കിട്ടണം കേട്ടോ. ചൂടാണ് പൊന്നോ, ചൂടാറട്ടെ എന്ന് പറഞ്ഞാൽ ചക്കൻ കേൾക്കുകയില്ല കേട്ടോ. അപ്പം അങ്ങനെ കിടികിടി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിന്നാലെ നടക്കുക. അപ്പോൾ അതിലും ഭേദമല്ലേ അവർ നീക്കുമ്പോഴത്തേന് വേഗം ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നീച്ച് വന്നു കഴിഞ്ഞാൽ അവർക്കത് കൊടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ 2 നീച്ച് വന്നിട്ട് പല്ലുവേപ്പും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഇരിപ്പിരുന്ന് പാൽ കുടിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. ഞാൻ കടയിൽ പോയിട്ട് 2 ബൂസ്റ്റിൻ്റെ പാക്കറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 പേര് ബൂസ്റ്റൊക്കെ ഇട്ടിട്ട് പാലൊക്കെ ഇരുന്ന് കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും അവരേന്ന് കുറച്ച് ബൂസ്റ്റൊക്കെ ഇസ്കിയിട്ട് ഞാനും കുറച്ച് ഇട്ടു കേട്ടോ. നമുക്കും വേണ്ടേ ബൂസ്റ്റൊക്കെ. അപ്പോൾ ഞാനും അങ്ങനെ ഞാനും പാൽ തന്നെ കുടിച്ചു. പിന്നെ ചായ ഒന്നും വെച്ചില്ലല്ലോ. ഏട്ടനും അതിനെ കൊടുത്തിട്ടോ. ഏട്ടന് കുടിച്ചു. ഏട്ടന് പൂവാനുള്ള തിക്കും തിരക്കിൽ ഏട്ടൻ പാഞ്ഞു കേട്ടോ വേഗം. അങ്ങനെ വർക്കിന് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ പാൽ കുടിക്കലും ഒക്കെ കഴിഞ്ഞു. പിന്നെ അടിച്ച് വാരാനും ഒക്കെ ഉണ്ട്. എൻ്റെ ഫുഡ് കഴിക്കലെന്ന് പറഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് തന്നെയാണ് കേട്ടോ. ഞാനങ്ങനെ പലഹാരമൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ കഴിക്കും. അല്ലെങ്കിൽ ചോറാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് തന്നെ കഴിക്കുള്ളൂ കേട്ടോ. രാവിലത്തെയും ഉച്ചയാകുമ്പോഴത്തേയും ഒറ്റ ട്രിപ്പ് അങ്ങനെയാണ് കേട്ടോ എൻ്റെ ഒരു ഫുഡ് കഴിക്കൽ പറയുമ്പോൾ. അപ്പോഴേ സമയം കിട്ടുള്ളൂ കേട്ടോ. സമയം കിട്ടില്ല മാത്രമല്ല അപ്പോഴേക്കാണ് നമ്മുടെ കറിയൊക്കെ ആവുള്ളൂ. ഇപ്പോൾ കറി വെക്കേണ്ട എന്താണെന്നൊക്കെ ചിന്തിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ അടിച്ചു വാരലൊക്കെ കേട്ടോ. നമുക്ക് എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ടാവുമല്ലോ, വീട്ടിൽ ജോലി ചെയ്യുന്ന പെണ്ണുങ്ങൾക്ക് ഈശ്വരൻ എന്താ കറി വയ്ക്കുക എന്നുള്ളത്. അത് എനിക്കും ഉണ്ട് കേട്ടോ. എന്താ കറി വയ്ക്കുക, എന്നും ഈ പച്ചക്കറി വെച്ച് കഴിഞ്ഞാൽ മടുക്കില്ലേ.
ഇന്നലെ മിനിഞ്ഞാന്നും ഒക്കെ കുമ്പളങ്ങയൊക്കെ ആയിരുന്നു കറി ഉണ്ടായിരുന്നത്. അപ്പോൾ എന്നും അടുത്ത് പച്ചക്കറി അടിച്ചു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്ക് എന്നാൽ മീൻ വാങ്ങിക്കുക, ഈ മീൻകാരൻ വന്നു കഴിഞ്ഞാൽ ഈ മേടിക്കിട്ടോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളിന്ന് പോവല്ലേ പിന്നെ എന്തിനാ മീൻ വാങ്ങിക്കണമെന്ന് വെച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞത് കുഴപ്പമില്ല നമുക്ക് എന്നാൽ അങ്ങോട്ട് കൊണ്ടുപോകാം, വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി വന്നു കഴിഞ്ഞാൽ ബാക്കി ഇതല്ല എന്തായാലും ബാക്കി വരും, നമ്മൾ ഒറ്റ പ്രാവശ്യം ഒറ്റ നേരം ഉച്ചയ്ക്ക് മാത്രമേ കൂട്ടുള്ളൂ. അപ്പോൾ എന്തായാലും കറി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതങ്ങനെ വീട്ടിലേക്കും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ മീൻകാരൻ വന്നു. ഈ ആളുടെ എന്നാൽ ഞങ്ങൾ സ്ഥിരം വാങ്ങിക്കുക കേട്ടോ. ആൾ ഞങ്ങൾക്ക് എന്താ പറയുക ചെമ്മീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആൾ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരാറുണ്ട് കേട്ടോ. ആൾ പ്രത്യേകം വാങ്ങിച്ചിട്ട് കൊണ്ടുവന്ന് തരാറുണ്ട്. അതിപ്പോൾ പറയുകയും ചെയ്തു കേട്ടോ, അയ്യോ ചെമ്മീൻ ഉണ്ടായിരുന്നു, ഞാൻ നിങ്ങളിവിടെ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുവരായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ ആൾ. അങ്ങനെ മീൻ വാങ്ങിക്കലും ഒക്കെ കഴിഞ്ഞു. ഞാനിതാ തിരുമ്പാളെ തുണികളൊക്കെ കൊണ്ടുപോയില്ല, തിരുമ്പാളെ തുണികളൊക്കെ കൊണ്ടുപോയി വെക്കുന്നുണ്ട് കേട്ടോ. തിരുമ്പാണ്ട് ഇനി കുറച്ചല്ലേ ഉള്ളൂ, കൂടുതലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇന്ന് വെള്ളം വന്ന ദിവസമായ കാരണം കൊണ്ട് തന്നെ വെള്ളം പിടിക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് വെള്ളം പിടിച്ചിട്ട് പോയില്ലെങ്കിൽ നാളെ ഇന്ന് വൈകുന്നേരത്ത് വീട്ടിൽ പോവല്ലേ, അപ്പോൾ നാളെ വരില്ല, മറ്റന്നേ വരുള്ളൂ കേട്ടോ. തിങ്കളാഴ്ചയാണ് വരുള്ളൂ രാവിലെ നേരത്തെ, കിച്ചൻ്റെ ക്ലാസ്സുള്ള കാരണം കൊണ്ട്. അപ്പോൾ നാളെ പോകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ പിന്നെ പറയാം, അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. എന്നിട്ട് നമ്മുടെ തുണികളൊക്കെ തിരുമ്പലും ഒക്കെ അങ്ങനെ ചടപടയെന്ന് ചെയ്യുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ തീർത്തിട്ട് വേണം, നമുക്ക് കറി വെക്കാനൊക്കെ ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രാക്ടീസാണ് കേട്ടോ. അതിന് വേഗം ഓടിപ്പാഞ്ഞിട്ട് അവിടെ എത്തിപ്പെടാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ലാഗ് അടിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പണികളൊക്കെ അവിടെ കിടക്കുകയുള്ളൂ. ഒന്നാമത്തെ നേരം വൈകിട്ടാണല്ലോ നീച്ചത്, അല്ലെങ്കിൽ ഈ നേരമൊക്കെ ആകുമ്പോഴത്തേനും എൻ്റെ പണികളെല്ലാം തീരണമാണ് കേട്ടോ. ഞാൻ തന്നെയാണ് എൻ്റെ പണികൾ തീരാത്തതിൻ്റെ കാരണം. പിന്നെ എന്താ പറയുക തിരുമ്പലും ഉണക്കലും ഒക്കെ കഴിഞ്ഞു. അതിന് ശേഷം മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ അകത്ത് കൊണ്ടുപോയി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പൂച്ചകളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തേരാപ്പാര നടക്കുന്നുണ്ട് കേട്ടോ, മീനിൻ്റെ മണമൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീൻ അധികം അവിടെ വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല തോന്നിയപ്പോൾ ഞാൻ വേഗം എടുത്തിട്ട് വന്ന് നേരാക്കുന്നുണ്ട്. പിന്നെ പൂച്ചകൾ കാരണം കൊണ്ടൊന്നല്ല, നമുക്ക് കറി വെച്ചിട്ടാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ വയറൊക്കെ വിശന്നാകെ ഊപ്പാടിളകിയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ കറിയൊക്കെ വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഇനി കഴിക്കാൻ വേണ്ടിയിട്ട്. കിച്ചനും തുമ്പിക്കും പിന്നെ വിശപ്പൊന്നും ഇല്ല കേട്ടോ, കാരണം അവരുടെ വയറൊക്കെ നിറച്ചിട്ടാണ് ഇരിക്കുന്നത്. അവരൊന്നല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ചും കൊണ്ടാണ് നടക്കുന്നത് കേട്ടോ. എനിക്കങ്ങനെ ഞാനതൊന്നും ഞാൻ കഴിച്ചിട്ട് രാവിലെ തന്നെ ഫ്രൂട്ട്സ് കഴിക്കണം, അതൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കഴിക്കില്ല, അതൊക്കെ ഇങ്ങനെ ഉച്ചയ്ക്ക് അങ്ങനെ കഴിക്കുള്ളൂ, അല്ലാതെ രാവിലെ തന്നെ ഫ്രൂട്ട്സ് കഴിക്കണ പരിപാടിയൊന്നും ഇല്ല കേട്ടോ ഞാനൊന്നും. അപ്പോൾ മീൻ നേരാക്കലും ഒക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത് നമ്മുടെ കറി വെക്കലാണ് കേട്ടോ. ഞാൻ പിന്നെ ഇതിലേക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് മീൻ നേരാക്കി ഇരുന്നത്, അതുകൊണ്ട് നേരെ വന്നിട്ട് കറി വെച്ചു കേട്ടോ. ഇന്ന് നമ്മൾ മത്തി തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ വെക്കണത്. ഞാൻ കുറേ ആയിട്ട് അങ്ങനെ വെച്ചിട്ട് അങ്ങനെ അധികം വെക്കാറില്ല, ഒറ്റ പ്രാവശ്യമായിട്ടേ വെച്ചിട്ടുള്ളൂ, പിന്നെ വെച്ചിട്ടില്ല കേട്ടോ. പിന്നെ അത് എപ്പോഴാണ് വെക്കുന്നത്, എനിക്കൊരു പൂതി. പിന്നെ അത് മാത്രമല്ല തേങ്ങ ഒരു മുറി ഇരിക്കുന്നുണ്ടല്ലോ, നാശമായി പോകണ്ടെന്നും കൂടി വിചാരിച്ചു. അങ്ങനെ നമ്മുടെ കറിയൊക്കെ ആയി വന്നിട്ടുണ്ട്. കറി ആയപ്പോൾ അതിന് പിന്നാലെ തന്നെ ഞാൻ മീൻ വറക്കാനുള്ളതും വെച്ചു കേട്ടോ, അല്ലെങ്കിൽ പിന്നെ തീ പിന്നെ ആദ്യം മുതൽ കത്തിക്കണ്ടേ, ഇതിൻ്റെ പിന്നാലെ തന്നെ വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മീൻ വറക്കാനുള്ളതും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീനൊക്കെ ഒരു ട്രിപ്പ് വറക്കൽ കഴിഞ്ഞു, ഇത് 2ാമത്തെ ട്രിപ്പാണ് കേട്ടോ. ഇത് പാത്രത്തിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ചോറും കറിയും മീൻ വറക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫുഡൊക്കെ ഒന്ന് കഴിക്കണം, എന്നിട്ട് പോകണം, അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ബൈ.